തുടർച്ചയായി രണ്ടാമതൊരു കിരീടം കൂടി അർജന്റീനയ്ക്ക് ഇരിക്കും. ബ്രസീൽ അടിക്കണം എന്നാണ് താല്പര്യം. കളികൾ കാഴ്ചവെക്കുന്ന മെസ്സിയുടെ ടീം അർജന്റീന കപ്പ് എടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഫ്രാൻസ് ആയിരിക്കും നമ്മുടെ ചാമ്പ്യൻസ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ തവണ ചുണ്ടിനും കപ്പിനും ഇടയിലാണ് ഞങ്ങൾക്ക് ട്രോഫി നഷ്ടപ്പെട്ടിട്ടുള്ളത്. ലോകമെമ്പാടുമുള്ള കാൽപന്ത് പ്രേമികൾ ഇഷ്ട ടീമുകൾക്കായി മുറവിളി കൂട്ടുമ്പോൾ പെരിന്തൽമണ്ണയിലെ ജനപ്രതിനിധികളും ഈ ഒരു വലിയ ആവേശത്തിനൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. പെരിന്തൽമണ്ണയിലെ ജനപ്രതിനിധികളുടെ ഫുട്ബോൾ ആവേശത്തിന്റെ മനോഹര പ്രതികരണങ്ങളിലേക്ക്. ലോകമെമ്പാടുമുള്ള കാൽപന്ത് പ്രേമികൾ ഒത്തൊരുമിച്ച് ഒന്നിച്ചൊന്നായി ഒരേ മനസ്സോടുകൂടെ 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സര പോരാട്ടങ്ങളെ ഏറെ ആവേശത്തോടെ വരവേൽക്കുമ്പോൾ നാടൊന്നാകെ വലിയ ഫുട്ബോൾ ലഹരിയിലാണ്. ചാനൽ 10 പ്രേക്ഷകരോടൊപ്പം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ കൂടെയുണ്ട്. എന്തായാലും ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം ഗംഭീരമായി തന്നെ വൈബോട് കൂടെ പുരോഗമിക്കുകയാണ്. ഇക്കുറി ലോകകപ്പിന്റെ കിരീടം ആര് തൂക്കും? ഇഷ്ട ടീം അർജന്റീനയാണ്. അവരെന്നെ തൂക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികം. അത് നല്ല പ്രതീക്ഷയുണ്ട് ഇപ്രാവശ്യം. തുടർച്ചയായി രണ്ടാമതൊരു കിരീടം കൂടി അർജന്റീനയ്ക്ക് ഇരിക്കും. ഞാൻ ഭയങ്കര ഒരു ഫുട്ബോൾ ലവർ ഒന്നും ആയിരുന്നില്ല. പക്ഷെ മെസ്സി പ്രേമം കൊണ്ട് നമ്മൾ അർജന്റീനയായി എന്ന് പറയില്ല. ആ ടീമാണ്. മെസ്സി തന്നെയാണ് ഏറ്റവും ഫേവറേറ്റ്. ആരാണെങ്കിലും അത് രസമുള്ളൊരു കാര്യമാണ്. പക്ഷെ അർജന്റീന കപ്പടിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തിപരമായി സന്തോഷമുണ്ട്. ബ്രസീൽ അടിക്കുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഒരു മത്സരം കണ്ടിട്ട് നമ്മള് പോർച്ചുഗലും ഫ്രാൻസും അർജന്റീനയൊക്കെ ഒരു ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. അപ്പം അതില് ഏതാണ് നമുക്ക് അറിയില്ല, ഏതാണ് മത്സരത്തിൽ എത്തുകയെന്ന് അറിയില്ല. എങ്കിലും ബ്രസീൽ അടിക്കണം എന്നാണ് താല്പര്യം. എല്ലാ കളിയും കാണാറുണ്ട്. ബ്രസീലിന്റെ എല്ലാ കളിയും കാണാറുണ്ട്. ബ്രസീൽ ടോപ്പാണ്. നെയ്മറാണ് ഇഷ്ടപ്പെട്ട പ്ലെയർ. നെയ്മറിന്റെ കപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് കളിയാണ് നെയ്മറിന്റെ. അപ്പൊ തീർച്ചയായും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. കപ്പിൽ ആരുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അത്രയും ഭംഗിയായി കളികൾ കാഴ്ചവെക്കുന്ന മെസ്സിയുടെ ടീം അർജന്റീന കപ്പ് എടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 2022 ആ കപ്പിൽ മെസ്സി മുത്തം കൊടുത്തിട്ടുണ്ടെങ്കിൽ 2026 അതേ മെസ്സി തന്നെ ആ കപ്പിൽ മുത്തം. എപ്പോഴും ഒരാൾ വിരമിക്കുക എന്ന് പറയുമ്പോൾ ആ ടോപ്പ് ലെവലിൽ എത്തിയിട്ടാണ് ഒരാൾ വിരമിക്കുന്നത്. ആ ടോപ്പ് ലെവലിൽ നമ്മളിത് കാണാൻ പോവുകയാണ്. ഒരു സംശയം ആർക്കും വേണ്ട. ആ രീതിയിൽ തന്നെയാണ്. ഈ ചോദ്യം പോലും പ്രസക്തമല്ല. ഇപ്രാവശ്യം ഫ്രാൻസ് ആയിരിക്കും നമ്മുടെ ചാമ്പ്യൻസ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ തവണ ചുണ്ടിനും കപ്പിനും ഇടയിലാണ് ഞങ്ങൾക്ക് ട്രോഫി നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് ഞങ്ങൾ ഇപ്രാവശ്യം തിരിച്ചു പിടിക്കും. 98 ഞങ്ങൾ നേടിയ ട്രോഫി വീണ്ടും ഞങ്ങൾ നേടാൻ പോവുകയാണ്. അന്നത്തെ ഞങ്ങളുടെ ക്യാപ്റ്റനായിരുന്ന ദശാമ്പാണ് ഇപ്രാവശ്യം നമ്മുടെ കോച്ച്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നല്ല പ്ലെയേഴ്സ് എംബാപ്പയുടെ കൂടെ കളിക്കാനുണ്ട്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട ഇപ്രാവശ്യം ഫ്രാൻസ്. അല്ല, കഴിഞ്ഞ തവണ പല ആളുകളും മെസ്സിയോടൊപ്പം നിൽക്കുന്നത് സഹതാപം കൊണ്ടായിരുന്നു. ആ സഹതാപത്തിന്റെ കൂടെ കൂടാൻ ഞങ്ങൾ ഇപ്രാവശ്യം തയ്യാറല്ല. ഇപ്രാവശ്യം കളിയുടെ കരുത്ത്, യഥാർത്ഥ വേഗതയുള്ള ഫുട്ബോളിന്റെ കരുത്ത് ആരെന്ന് ചോദിച്ചാൽ അത് എംബാപ്പയാണ്. ആ എംബാപ്പയുടെ നേതൃത്വത്തിൽ ഇപ്രാവശ്യം കപ്പ് ഉയർന്നു. ഇപ്രാവശ്യം നടക്കുന്ന വേൾഡ് കപ്പ് പോർച്ചുഗൽ തന്നെ അടിച്ചുകൊണ്ടുപോകുന്നുള്ള കാര്യം ഉറപ്പാണ്. റൊണാൾഡോയുടെ അവസാന ലോകകപ്പാണ്. അപ്പൊ റൊണാൾഡോ തന്നെ ലോകകപ്പ് അടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അർജന്റീന തന്നെ കപ്പടിക്കും. മെസ്സി 2ാം തവണയും കിരീടം നേടി പടിയിറങ്ങും. ടീം ഏതാ ജയിക്കുന്ന വെച്ചാൽ അർജന്റീനയിലെ ജയിക്കുക. കാരണം മെസ്സി ഹാട്രിക് നേടി ആദ്യ കളിയിൽ മൊത്തം 5 ഗോള് നേടി. ഇതുവരെ 18 ഗോള് മറ്റേ ലോകകപ്പില് ടോട്ടൽ നേടി. മെസ്സി അല്ലാതെ ആരാ ജയിക്കുക? മെസ്സി തന്നെ ഒരു സംശയമല്ല. ഇല്ല, 2ാം കിരീടം നേടും. 2ാം വട്ടം മെസ്സി കിരീടം നേടും, ഒരു സംശയമല്ല. മെസ്സി ഇപ്രാവശ്യം അവസര കപ്പാണ്. അർജന്റീന ഉറപ്പിച്ചൊരു സംശയമൊന്നുമില്ല. അർജന്റീന കപ്പ് നേടും, ഒരു സംശയമല്ല. ഇല്ല, നമ്മളെ ലോകകപ്പ് അർജന്റീന ജയിക്കും എന്നൊരു പ്രതീക്ഷയാണ്. ഇഷ്ടതാരം മെസ്സിയാണ്. കിരീടം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. മെസ്സിയുടെ അർജന്റീന കളികളൊക്കെ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നുണ്ട്. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നല്ല ഉഷാറായിട്ട് മുന്നേറുക തന്നെയാണല്ലോ. തീർച്ചയായിട്ടും വിജയം ഉണ്ടാവും. വലിയ ആവേശത്തോടു കൂടെയാണ് പെരിന്തൽമണ്ണയിലെ ജനപ്രതിനിധികൾ 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സര പോരാട്ടങ്ങളെ വരവേൽക്കുന്നത്. അവരുടെ ഇഷ്ട ടീമുകൾ വിജയിക്കട്ടെ എന്ന സ്നേഹാശംസകളോടുകൂടെ
പെരിന്തൽമണ്ണയിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. നമസ്കാരം. ഒരു കോപ്പുമില്ല, നിങ്ങൾ അറിഞ്ഞു കാണും ഇപ്പൊ നടക്കുന്നതൊക്കെ. പക്ഷെ അറിയാത്ത ചിലതുണ്ട്. ലോകത്തിലെ പല വൻമരങ്ങളും വീണു. പലർക്കും പണി കൊടുത്തിട്ടും ഇതുവരെ വീഴാത്തൊരു വൻമരമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കും? അമേരിക്ക, നൈജീരിയ, ദുബായ്, ഉഗാണ്ട, പിന്നെ ഇന്ത്യ, ഇങ്ങനെ 50 രാജ്യത്ത് അവർ പണി കൊടുത്തതേ ഒരു 2 ജനറേഷനിലെ ആൾക്കാർക്കാണ്. അവരുടെ അവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയോ? മീഡിയം കോപ്പ കൊണ്ടെന്ന് പറഞ്ഞിട്ടെന്താ? വേറെ പലതും കാണിക്കാൻ വലിയ ഉശിരാ. ഇങ്ങനെ പണി കൊടുത്തതിനെ കുറിച്ച് പറയാനോ അറിയിക്കാനോ ഇവിടെ മീഡിയ എല്ലാവരും. കഴിഞ്ഞ 27 വർഷമായിട്ടാണ് ഈ പേര് ഈണത്തിൽ കേട്ടു തുടങ്ങിയത്. കേരളത്തിലെ പല ആൾക്കാർക്കും പണി കൊടുത്തിട്ടാണ് അവരുടെ തുടക്കമെന്ന് എന്റെ ഡീപ്പ് റിസർച്ചിൽ മനസ്സിലായി. അവരെക്കുറിച്ച് എന്റെ കയ്യിൽ ഇൻകൺട്രോവർട്ടിബിൾ എവിഡൻസ് ഉണ്ട്. അമേരിക്കയിലെ ക്രിസ്റ്റഫർ, ദുബായിലെ സയ്യിദ്, കാട്ടാക്കടയിലെ ചന്ദ്രൻ ഇവരെ പണി കിട്ടിയ പലരും ഇതുപോലുള്ള വലിയ കമ്പനികളിലാണ്. ഇങ്ങനെയുള്ളൊരു ടീമിനെ കുറിച്ച് ഞാനെന്തിനിങ്ങനെ വാദവരാതെ പറയണം? എന്തിന്? വൈ? ബിക്കോസ് നിങ്ങൾക്കോ നിങ്ങൾക്ക് അറിയുന്നവർക്കോ നല്ല പണി കിട്ടും. ആരാണവർ? ഇന്റർനാഷണലി അവർക്ക് ഒരൊറ്റ പേരേ ഉള്ളൂ, ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സ്മാർട്ട് ഫോൺ ആൻഡ് മാക്ബുക്ക് എഞ്ചിനീയറിംഗ്. സ്മാർട്ടായി പഠിക്കാം, നല്ല പണിയും കിട്ടും. ലേൺ സ്മാർട്ട് ഫോൺ ആൻഡ് മാക്ബുക്ക് എഞ്ചിനീയറിംഗ് ഫ്രം ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട്. 100% പ്ലേസ്മെന്റ് ബ്രിഡ്കോ ഗ്യാരണ്ടിയിൽ ഉറപ്പ് നൽകുന്നു. സ്മാർട്ടായി പഠിക്കാം, നല്ല പണിയും കിട്ടും. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, പണി കൊടുത്ത 4 നൂറ്റാണ്ട്.